നമ്മളെ വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കണം. ഇല ആയിക്കോട്ടെ, പിണ്ടി ആയിക്കോട്ടെ, കായ ആയിക്കോട്ടെ, എല്ലാം അത്രയും ഉപയോഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ വേറെ ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. തെങ്ങും ഇതുപോലെ തന്നെയാട്ടോ. അപ്പോൾ കൊല വെട്ടി, അപ്പോൾ പിണ്ടി കൊണ്ടുവന്ന് കറുപ്പസ്വാമി അടുക്കളയിൽ വെച്ചു. അപ്പോൾ ഈ പിണ്ടി ഒന്ന് അരിയണമെങ്കിൽ ചോപ്പറിൽ പ്രോസറിലോ ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ കുനുകുനാന്ന് കിട്ടും. കണ്ട, നമ്മൾ ഇരുന്ന് മെനക്കെട്ട് അരിയൊന്നും വേണ്ട. ഇങ്ങനെ കിട്ടിയ പിണ്ടീനെ നമ്മൾ ചെറിയ ജാറിലേക്ക് ഇടും, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്. എന്തിനാണ് പിഴിഞ്ഞെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പിഴിയാൻ സുഖമാണ് കേട്ടോ. അത് നമ്മൾക്ക് എന്താ പറയുക, നീർക്കെട്ട് ശരീരത്തിലെ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഗുണമാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നീർക്കെട്ട് പോകാനാണ്, തടിയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ധാരാളം മൂത്രം പോകട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ചുവന്നുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നാളികേര ഇടാം കേട്ടോ. നാളികേര ഇട്ടിട്ട് അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുത്തുമുളകും ഇട്ടിട്ട് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മുതിര ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുക, എല്ലാത്തിനും കൂടിയിട്ടുള്ള ഉപ്പ്. പിന്നെ പിണ്ടി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടുക. ഇത് ഈ ചോപ്പറിൽ തന്നെ നമ്മൾ അരിഞ്ഞതാണ്. അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ സംഗതി റെഡിയാണ്. അങ്ങനെ പുഴുക്ക് റെഡിയാക്കി.